ദൈവജനമേ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ ധ്യാന വിഷയം. സ്വന്തം നീതിയിൽ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്തിരുന്ന ചിലരെ ലക്ഷ്യമാക്കിയാണ് ഉപമ ഈശോ പറഞ്ഞത്. ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്ന രണ്ടുപേരെയാണ് കർത്താവായ ഈശോ ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഒരാൾ പരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. പരീശയൻ തൻ്റെ സൽക്കർമ്മങ്ങളെ എടുത്തു പറഞ്ഞ ദൈവത്തിന് നന്ദി പറയുകയും മറ്റെല്ലാവരെയും പാപികളായി പുച്ഛിച്ച് ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ ചുങ്കക്കാരൻ അകലെ മാറി നിന്ന് മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുങ്കക്കാരനാണ് നീതീകരിക്കപ്പെട്ടവനായ വീട്ടിലേക്ക് മടങ്ങിയതെന്ന് ഈശോയുടെ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ കത്തി ജ്വലിക്കണം. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ പുറമേ കാണുന്ന ഭക്തിയുടെ പേരിൽ മറ്റുള്ളവരെ വിലയിരുത്തുകയും സ്വയം നീതിമാന്മാരായി നടിക്കുകയും ചെയ്യുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. നാമും അതിൽ ഒരു വ്യക്തിയാണോ ഇല്ലയോ എന്ന് വിചിന്തനം ചെയ്യാം. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനകൾ പലപ്പോഴും പരീശൻ്റെ പ്രാർത്ഥന പോലെ മറ്റുള്ളവരെ കുറ്റം പറയുവാനും സ്വന്തം മേന്മകൾ എടുത്തു പറയുവാനും മാത്രമുള്ളതായി മാറുന്നു. എന്നാൽ നമ്മുടെ പാപങ്ങളും കുറവുകളും തിരിച്ചറിഞ്ഞ് എളിമയോടെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തി ഉണ്ടാകുന്നത്. ലോകത്തിൻ്റെ കപടനീതിയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അകന്ന് ചുങ്കക്കാരനെ പോലെ എളിമയുടെ വഴി തിരഞ്ഞെടുക്കുവാനാണ് ഈ തിരുവചന ഭാഗം, ഈ സുവിശേഷ ഭാഗം നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും. അവസാന വിധി ദിവസത്തിൽ നമ്മുടെ സ്ഥാനമാനങ്ങളോ സൽക്കർമ്മങ്ങളുടെ പട്ടികയോ ആയിരിക്കുകയില്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ എളിമയും ദൈവത്തിലുള്ള ആശ്രയവുമാണ് നമ്മെ നീതീകരിക്കുക. അതുകൊണ്ട് ഈശോയുടെ രണ്ടാം വരവിനായി കാത്തിരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ എളിമയോടെ ഹൃദയം ശുദ്ധീകരിക്കാം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന ഈശോയുടെ വാക്കുകൾ എന്നും നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. അഹങ്കാരം ഉപേക്ഷിച്ച് എളിമയുടെ പാതയിൽ മുന്നേറുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മിൽ വർഷിക്കുമെന്നും നാം അവിടുത്തെ സ്വർഗീയ രാജ്യത്തിന് അവകാശികളായി തീരുമെന്നും ഉള്ള വലിയ പ്രത്യാശ ഈ വചനഭാഗം നമുക്ക് നൽകുന്നു.